ഹായ് ഓൾ, +1 ബോട്ടണിയിലെ മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിലെ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും അതിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടി മാക്രോ മോളിക്കിൾസ് ആയ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വാട്ടർ, മിനറൽസ് ഇതൊക്കെ ആവശ്യമുണ്ട്. എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെയും ബേസിക് നീഡ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഹ്യൂമൻ ബീങ്സ് ആയാലും പ്ലാന്റ്സ് ആയാലും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടി ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. സോ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ ന്യൂട്രിയൻ്റാണ് മിനറൽസ്. സോയിലിൽ കാണുന്ന മിനറൽസ് ഒക്കെയും പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നത് റൂട്ട് വഴിയാണ്. ഓക്കെ, സോ ഇതുവരെ ഡിസ്കവർ ചെയ്ത 105ഓളം മിനറൽസിൽ അറൗണ്ട് 60 മിനറൽസും പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. സെലീനിയം, ഗോൾഡ്, സ്ട്രോൺഷ്യം പോലുള്ള മിനറൽസ് വരെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സെലീനിയം, ഗോൾഡ് ഇവയൊക്കെയും പ്ലാന്റ്സിന് ആവശ്യമുള്ള മിനറൽസ് ആണോ, ദാറ്റ് ഈസ് പ്ലാന്റ്സിന് ആവശ്യമാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മോർ ദാൻ 60 എലമെൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഓൺലി 17 എലമെൻറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സിന് എലമെൻറ്റ്സ് എസെൻഷ്യൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയാസ്. ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്സ്. ദർ ആർ 3 ക്രൈറ്റീരിയാസ്. ഫസ്റ്റ് വൺ, എലമെൻറ്റ് മസ്റ്റ് ബി നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഒരു എലമെൻറ്റ് പ്ലാന്റിന് ആവശ്യമാണ് എന്ന് പറയണമെങ്കിൽ ആ എലമെൻറ്റ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനും റീപ്രൊഡക്ഷനും സഹായിക്കുന്ന എലമെൻ്റ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ദാറ്റ് ഈസ് ഈ പെർട്ടിക്കുലർ എലമെൻ്റ് ഇല്ലെങ്കിൽ പ്ലാന്റിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സീഡ് ഫോർമേഷനോ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയാം. സെക്കൻഡ് ക്രൈറ്റീരിയ, റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്. ഒരു എലമെൻറ്റിനെ വേറൊരു എലമെൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കരുത്. അതായത് ഒരു എലമെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻ വേറൊരു എലമെൻറ്റിന് ചെയ്യാൻ സാധിക്കരുത്. ദ എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ പ്ലാന്റ് മെറ്റബോളിസം. പ്ലാന്റിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻ, അതായത് കെമിക്കൽ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കണം എലമെൻറ്റ്. ഒരു എലമെൻറ്റ് എസെൻഷ്യൽ എലമെൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയുള്ള 3 ക്രൈറ്റീരിയാസാണ് ഇതൊക്കെ. ഈ 3 ക്രൈറ്റീരിയാസും ബേസ് ചെയ്ത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ എലമെൻറ്റ്സിനെ നമുക്ക് 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദിയർ ക്വാണ്ടിറ്റേറ്റീവ് റിക്വയർമെൻറ്റ്സ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ്. ഓരോ എലമെൻറ്റ്സും എത്ര എമൗണ്ട്, എത്ര അളവ് പ്ലാന്റിന് ആവശ്യമുണ്ട് എന്നതിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസിഫിക്കേഷൻ. സോ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ബേസ്ഡ് ഓൺ ദെയർ റിക്വയർമെൻറ്റ്സ്. ഫസ്റ്റ് കാറ്റഗറി, മാക്രോന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ് ടിഷ്യൂസ് ഇൻ ലാർജ് എമൗണ്ട്സ് നീഡഡ് ബൈ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പ്ലാന്റ്സിന് കൂടുതലായി ആവശ്യമുള്ള അല്ലെങ്കിൽ പ്ലാന്റ്സിൽ കൂടുതൽ കാണുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് മാക്രോന്യൂട്രിയൻസ്. എക്സാമ്പിൾ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇതൊക്കെയും മാക്രോന്യൂട്രിയൻസിന് എക്സാമ്പിളാണ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, വൈൽ ദ അതേഴ്സ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ സോയിൽ ആസ് മിനറൽ ന്യൂട്രീഷൻ. പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, സോയിലിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ മാക്രോന്യൂട്രിയൻസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെ പ്ലാന്റ്സിന് കൂടുതലായി കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും വാട്ടറിൽ നിന്നുമാണ്. മറ്റുള്ള എലമെൻറ്റ്സ് ഒക്കെ പ്ലാന്റ്സ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യും. സെക്കൻഡ് കാറ്റഗറി ഈസ് മൈക്രോന്യൂട്രിയൻസ് ഓർ ട്രേസ് എലമെൻറ്റ്സ് നീഡഡ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ, അയോൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. പ്ലാന്റ്സിന് കുറച്ച് മാത്രം ആവശ്യമുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് മൈക്രോന്യൂട്രിയൻസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അയേൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ദർ ആർ സം ബെനിഫിഷ്യൽ എലമെൻറ്റ്സ് സച്ച് ആസ് സോഡിയം, സിലിക്കോൺ, കൊബാൾട്ട് ആൻഡ് സെലീനിയം. ദേ ആർ റിക്വയർഡ് ബൈ ഹയർ പ്ലാന്റ്സ്. ഇതുവരെ പറഞ്ഞ എലമെൻറ്റ്സിനെ കൂടാതെ സോഡിയം, സിലിക്കൺ, കൊബാൾട്ട് ആൻഡ് സെലീനിയം ഇതൊക്കെയും ഹയർ പ്ലാന്റ്സിന് ആവശ്യമാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് എസെൻഷ്യൽ എലമെൻറ്റ്സിനെ മാക്രോന്യൂട്രിയൻസ് ആയും മൈക്രോന്യൂട്രിയൻസ് ആയും ക്ലാസിഫൈ ചെയ്യാം. നൗ ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. ഫങ്ഷനെ ബേസ് ചെയ്ത് എസെൻഷ്യൽ എലമെൻറ്റ്സിനെ 4 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ഫസ്റ്റ് ഗ്രൂപ്പ് കമ്പോണൻസ് ഓഫ് ബയോമോളിക്കൽസ്. ബയോമോളിക്കൽസിൻ്റെ കമ്പോണൻസ് ആയ എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ഇതൊക്കെ ബയോമോളിക്കൽസ് ആണ്. ഈ ബയോമോളിക്കൽസിൽ കാണുന്ന എലമെൻറ്റ്സ് ആണ് ആദ്യത്തെ കാറ്റഗറി, കമ്പോണൻസ് ഓഫ് ബയോമോളിക്കൽസ്. എക്സാമ്പിൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. സെക്കൻഡ് ഗ്രൂപ്പ് കമ്പോണൻസ് ഓഫ് എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള എനർജി റിലേറ്റഡ് ആയ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ പാർട്ടായ എലമെൻറ്റ്. എക്സാമ്പിൾ മഗ്നീഷ്യം ഇൻ ക്ലോറോഫിൽ ആൻഡ് ഫോസ്ഫറസ് ഇൻ ATP. ക്ലോറോഫിലിൽ കാണുന്ന മഗ്നീഷ്യം എസെൻഷ്യൽ എലമെൻ്റ് ആണ്. ATPയിൽ കാണുന്ന ഫോസ്ഫറസ്, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ആ ഫോസ്ഫറസും എസെൻഷ്യൽ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ദാറ്റ് ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് എൻസൈംസ്. എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുകയോ ഇൻഹിബിറ്റ് ഓർ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് തേർഡ് കാറ്റഗറി. എക്സാമ്പിൾ മെഗ്നീഷ്യം ഈസ് ആൻ ആക്ടിവേറ്റർ ഫോർ ബോത്ത് റുബിസ്കോ ആൻഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. മെഗ്നീഷ്യം എന്ന് പറയുന്ന എസെൻഷ്യൽ എലമെൻറ്റ് ഏതൊക്കെ എൻസൈംസിൻ്റെ ആക്ടിവേറ്ററാണ്? ഏതൊക്കെ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? റുബിസ്കോ ആൻഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ കാർബൺ ഫിക്സേഷൻ, കാർബണിനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് റുബിസ്കോ ആൻഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് carboxylase. Zinc is an activator of alcohol dehydrogenase. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് സിങ്ക്. മോളിബ്ഡിനം ഈസ് എൻ ആക്ടിവേറ്റർ ഓഫ് നൈട്രോജനേസ്. നൈട്രോജനേസ് എന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എലമെൻ്റ് ആണ് മോളിബ്ഡിനം. നെക്സ്റ്റ് ഫോർത്ത് കാറ്റഗറി എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ആൾട്ടർ ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ. എക്സാമ്പിൾ പൊട്ടാസ്യം ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഒരു സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുന്ന എലമെൻറ്റ്സ്. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൻ്റെ വാട്ടർ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് സ്റ്റൊമാറ്റയെ ഗാർഡ് ചെയ്യുന്ന സെൽസ് ആണ് ഗാർഡ് സെൽസ്. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ലീവ്സിൽ കാണുന്ന ഓപ്പണിംഗ്. സോ സ്റ്റൊമാറ്റയെ ഗാർഡ് ചെയ്യുന്ന സെൽസ് ആണ് ഗാർഡ് സെൽസ്. സോ ഗാർഡ് സെൽസ് എൻലാർജ് ചെയ്യുമ്പോഴും ഷ്രിങ്ക് ചെയ്യുമ്പോഴുമാണ് സ്റ്റൊമാറ്റ ക്ലോസ് ആകുന്നതും ഓപ്പൺ ആകുന്നതും. ഇങ്ങനെ സ്റ്റൊമാറ്റയുടെ ക്ലോസിങ്ങിനും ഓപ്പണിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന് കൂടാതെ പ്ലാന്റിന് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് നൈട്രജൻ. നെക്സ്റ്റ് ടോപ്പിക് നൈട്രജൻ സൈക്കിൾ. ഇറ്റ് ഈസ് ദ സൈക്ലിക് മൂവ്മെൻറ്റ് ഓഫ് നൈട്രജൻ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ, സോയിൽ ആൻഡ് ലിവിങ് ഓർഗാനിസംസ്. നൈട്രജൻ, അറ്റ്മോസ്ഫിയർ, സോയിൽ ആൻഡ് ലിവിങ് ഓർഗാനിസംസ് ഇവ മൂന്നിലൂടെയും സൈക്ലിക്കായി മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. Atmospheric nitrogen consists of two nitrogen atoms joined by a very strong triple covalent bond. നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ കാണുന്നത് N2 ഫോമിലാണ്, ദാറ്റ് ഈസ് N ട്രിപ്പിൾ ബോണ്ട് N. ഇവിടെ സ്ട്രോങ് ആയ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് നൈട്രജൻ ഒരു സ്റ്റാബിൾ ആയ എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഈ നൈട്രജനെ പ്ലാന്റ്സിന് ഡയറക്റ്റായി അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. പ്ലാന്റ്സിന് നൈട്രജനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ മറ്റു ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യണം, ദാറ്റ് ഈസ് അമോണിയ ആൻഡ് നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നൈട്രജൻ സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൈട്രജൻ കാണുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ആദ്യം സോയിലിലേക്ക് എത്തിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ഈസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അമോണിയ ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. It includes biological nitrogen fixation, industrial nitrogen fixation, electrical nitrogen fixation. That is, observe here, nitrogen കാണുന്നത് അറ്റ്മോസ്ഫിയറിലാണ്. യു ക്യാൻ സീ ഹിയർ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഈ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ എങ്ങോട്ടേക്ക് എത്തിക്കണം? സോയിലിലേക്ക് എത്തിക്കണം. സോ ഇവിടെയാണ് സോയിൽ. ഓക്കെ, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ സോയിലിലേക്ക് എത്തിക്കുന്നത്? ദർ ആർ 3 processes which are they? Biological nitrogen fixation, industrial nitrogen fixation, electrical nitrogen fixation. Observe here, biological nitrogen fixation വഴിയും ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയും നൈട്രജൻ NH3 അമോണിയ ആയി കൺവേർട്ട് ചെയ്യുന്നു. ഈ അമോണിയ പിന്നീട് NO2- അതായത് നൈട്രേറ്റ് ആയി മാറുന്നു. നൈട്രൈറ്റ് പിന്നീട് NO3- നൈട്രേറ്റ് ആയി മാറുന്നു. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ കൂടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജൻ നൈട്രേറ്റ് ഫോമായി മാറുന്നു, NO3- ഫോമായി മാറുന്നു. ഫസ്റ്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ.
It is the conversion of nitrogen to ammonia by microorganisms in soil. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസംസ് ആണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ അമോണിയ ആയി കൺവേർട്ട് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. സച്ച് മൈക്രോബ്സ് ആർ കോൾഡ് നൈട്രജൻ ഫിക്സേഴ്സ്. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയും. അതായത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ്, പ്രോകാരിയോട്സ് ആണ്. ഇവയെ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയും. നൈട്രോജനേസ് എൻസൈം ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന എൻസൈം നൈട്രോജനേസ് എൻസൈം. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സിനെ 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഴ്സ് ആൻഡ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്. ഫസ്റ്റ് വൺ, ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഴ്സ്. ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസംസ് ഒക്യുർ ഫ്രീലി ഇൻ സോയിൽ. സോയിലിൽ ഫ്രീ ആയി കാണുന്ന, അതായത് വേറൊരു പ്ലാന്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണാത്ത ഫ്രീ ആയി കാണുന്ന നൈട്രജൻ ഫിക്സേഴ്സ് ആണ് ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഴ്സ്. എക്സാമ്പിൾസ്, എയറോബിക് ബാക്ടീരിയൽ ഉൾപ്പെടുന്ന നൈട്രജൻ ഫിക്സേഴ്സ് ആണ് അസറ്റോബാക്ടർ ബേജർനിക്ക. എനേറോബിക് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ഫ്രീ ലിവിംഗ് ആയ അനേറോബിക് ബാക്ടീരിയാസ് ആണ് റോഡോസ്പൈറിലം ബേസിലസ്, സയനോബാക്ടീരിയ, അനബീന ആൻഡ് നോസ്റ്റോക്ക്. ഈ പറയുന്ന എനേറോബിക് ബാക്ടീരിയാസ്, സൈനോബാക്ടീരിയാസ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഓർഗാനിസംസ് ഒക്കെയും ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഴ്സ് ആണ്. അതായത് സോയിലിൽ ഫ്രീ ആയി കാണുന്ന നൈട്രജൻ ഫിക്സേഴ്സ് ആണ്. ഇവ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ അബ്സോർബ് ചെയ്ത് അമോണിയ ആയി കൺവേർട്ട് ചെയ്യും. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. മൈക്രോ ഓർഗാനിസംസ് ഷോ സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസംസ് ഓർ പ്ലാന്റ് പാർട്സ്. ഇവ മറ്റൊരു ഓർഗാനിസവുമായി മ്യൂച്വലി അറ്റാച്ച് ചെയ്താണ് കാണാം. ഓക്കെ, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു അതർ ഓർഗാനിസംസ് ഓർ പ്ലാന്റ് പാർട്സ്. മറ്റുള്ള ഓർഗാനിസംസുമായോ പ്ലാന്റിൻ്റെ ഏതെങ്കിലും പാർട്ടായോ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഓർഗാനിസംസ് ആണ് സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. എക്സാമ്പിൾ, റൈസോബിയം seen in root nodules of leguminous plants like alfalfa, sweet clover, sweet pea, lentils, garden pea, broad bean, clover beans, etc. ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. റൈസോബിയം നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. ഫ്രാങ്കിയ സീൻ ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സ് ലൈക്ക് ആൽനസ്. നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഓർഗാനിസമാണ് ഫ്രാങ്കിയ. ഫ്രാങ്കിയ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ടൈപ്പ് നൈട്രജൻ ഫിക്സേഷൻ ആണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. By industrial combustions, forest fires, automobile exhaust and power generating stations, atmospheric nitrogen is converted to nitrogen oxides. ഇൻഡസ്ട്രീസിൽ വെച്ച് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ യൂസ് ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സാണ് ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ. തേർഡ് പ്രോസസ് ഈസ് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. Lightning and ultraviolet radiation provide energy to convert nitrogen to നൈട്രജൻ ഓക്സൈഡ്സ്. ലൈറ്റ്നിങ്, യു വി റേഡിയേഷൻ ഇവയൊക്കെയും നൈട്രജനെ നൈട്രജൻ ഓക്സൈഡാക്കി കൺവേർട്ട് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. നൈട്രജൻ ഫിക്സേഷൻ പ്രോസസ്സ് വഴി സോയിലെത്തി അമോണിയ ഫോം ചെയ്തു. അമോണിയ നൈട്രേറ്റ് ആവുന്നുണ്ട്. ഇവയെ പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നു, പ്ലാന്റ് അപ്ടേക്ക് ചെയ്യുന്നു. പ്ലാന്റിൻ്റെ ഭാഗമായി മാറുന്നു നൈട്രജൻ. പ്ലാന്റിനെ അനിമൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നൈട്രജൻ അനിമൽസിൻ്റെ ഭാഗമായി മാറുന്നു. ഈ പ്ലാന്റും അനിമൽസും പിന്നീട് ഡെഡ് ആയാൽ എന്ത് സംഭവിക്കും? ഡീകേ ചെയ്യപ്പെടും അല്ലേ? പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡെത്ത് നടന്നാൽ ഡീകമ്പോസിഷൻ നടക്കും. ദാറ്റ് ഈസ് പ്ലാന്റ് ബോഡിയെയും അനിമൽ ബോഡിയെയും സോയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്യും. സോ പ്ലാന്റ്സ് ആൻഡ് അനിമൽ ബോഡിയിലുള്ള നൈട്രജൻ എഗെയിൻ അമോണിയ ആയി മാറും. മൈക്രോ ഓർഗാനിസംസിൻ്റെ സഹായത്തോടു കൂടി അമോണിയ ആയി മാറും. അമോണിയ അങ്ങനെ തിരിച്ച് സോയിലിൽ തന്നെ എത്തും. ഈ പ്രോസസ്സിനെയാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അമോണിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് നൈട്രജൻ ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ടു അമോണിയ ഈസ് കോൾഡ് അമോണിഫിക്കേഷൻ. ഡെഡ് ആയ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ബോഡിയിലുള്ള നൈട്രജനെ തിരിച്ച് അമോണിയ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് അമോണിഫിക്കേഷൻ. ഈ അമോണിയ നെക്സ്റ്റ് സോയിലിലേക്ക് തന്നെ മൂവ് ചെയ്യും.
സോയിലെത്തിയതിന് ശേഷം അമോണിയക്ക് എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് അമോണിയ സോയിലിൽ വെച്ച് നൈട്രൈറ്റായി മാറും, പിന്നീട് നൈട്രേറ്റ് ആയി മാറും. ഈ പ്രോസസ്സിന് സഹായിക്കുന്നത് സോയിലിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ദാറ്റ് ഈസ് സോയിലിൽ എത്തിയ അമോണിയയെ നൈട്രൈറ്റ് ആയി മാറ്റാനും പിന്നീട് നൈട്രേറ്റ് ആയി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നത് സോയിലിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. നൈട്രജൻ സൈക്കിളിൽ ഓർത്തു വെക്കേണ്ട നെക്സ്റ്റ് പോയിൻ്റ് ആണ് നൈട്രിഫിക്കേഷൻ. ദ കൺവേർഷൻ ഓഫ് സോയിൽ അമോണിയ ഇൻറ്റു നൈട്രേറ്റ് ഈസ് കോൾഡ് നൈട്രിഫിക്കേഷൻ. സോയിലിൽ കാണുന്ന അമോണിയ നൈട്രേറ്റ് ആയും പിന്നീട് നൈട്രേറ്റ് ആയും മാറുന്ന പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ. ഈ പ്രോസസ്സ് നടക്കുന്നത് 2 സ്റ്റെപ്പിലൂടെയാണ്. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ ദ സ്റ്റെപ്സ് ആർ ഗിവൺ. ആദ്യത്തെ സ്റ്റെപ്പിൽ അമോണിയ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ദാറ്റ് ഈസ് ഓക്സിഡൈസ് ചെയ്ത് നൈട്രേറ്റ് NO2- ഫോം ചെയ്യും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. ഓക്കെ, ഈ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ബാക്ടീരിയാസിൻ്റെ പേര് ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്, നൈട്രൈറ്റ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ദാറ്റ് ഈസ് ഓക്സിഡൈസ് ചെയ്ത് നൈട്രേറ്റ് ഫോം ചെയ്യും, NO3- ഫോം ചെയ്യും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയ ആണ്? നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് നൈട്രിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് സോയിൽ അമോണിയ ഇൻറ്റു നൈട്രേറ്റ്. സോയിലിൽ കാണുന്ന അമോണിയ ആദ്യം നൈട്രേറ്റ് ആയും പിന്നീട് നൈട്രേറ്റ് ആയും കൺവേർട്ട് ചെയ്തു. ഇതിന് ഹെൽപ്പ് ചെയ്തത് ഏതൊക്കെ ബാക്ടീരിയാസ് ആണ്? നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ് ആൻഡ് നൈട്രോബാക്ടർ. These nitrifying bacteria are chemoautotrophs. The nitrate formed is absorbed by the plants and is transported to the leaves. In leaves, it is reduced to form ammonia that forms the amine group of amino acids. ഇങ്ങനെ ഫോം ചെയ്ത നൈട്രേറ്റിനെ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. നൈട്രേറ്റ് പ്ലാന്റ്സിൻ്റെ ലീവ്സിലേക്ക് മൂവ് ചെയ്യും. ലീവ്സിൽ വെച്ച് നൈട്രേറ്റ് റെഡ്യൂസ് ചെയ്ത് അമോണിയ ആയി മാറും. അമോണിയ അമിനോ ആസിഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. നൗ ഒബ്സർവ് ഹിയർ, സോയിലിൽ കാണുന്ന നൈട്രേറ്റ് സോയിലിൽ വെച്ച് റെഡ്യൂസ് ചെയ്ത് നൈട്രജനായി മാറുന്നുണ്ട്. ഈ പ്രോസസ്സിനെ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇതിന് സഹായിക്കുന്നതും ബാക്ടീരിയാസ് ആണ്. ഡീനൈട്രിഫിക്കേഷൻ, ദ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ ഇൻ ടു നൈട്രജൻ ഈസ് കോൾഡ് ഡീനൈട്രിഫിക്കേഷൻ. സോയിലിൽ കാണുന്ന നൈട്രേറ്റ് നൈട്രജനായി മാറുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷന് ശേഷം നൈട്രജന് ഫോം ചെയ്തു. നൈട്രജൻ ഈസ് റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ. നൈട്രജൻ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇറ്റ് ഈസ് ക്യാരിയഡ് ബൈ ബാക്ടീരിയ സ്യൂഡോമോണാസ് ആൻഡ് തയോബേസില്ലസ്. ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് സ്യൂഡോമോണാസ് ആൻഡ് തയോബേസില്ലസ് ബാക്ടീരിയാസ് ആണ്. ഇനി സോയിലിൽ കാണുന്ന നൈട്രേറ്റിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അങ്ങനെ നൈട്രജൻ പ്ലാന്റിൻ്റെ ബോഡിയിലേക്ക് എത്തും. അതായത് പ്ലാന്റിൻ്റെ ബയോമാസിൻ്റെ ഭാഗമായി മാറും. പ്ലാന്റ്സിനെ അനിമൽസ് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പ്ലാന്റിൻ്റെ ബോഡിയിൽ നിന്നും നൈട്രജൻ അനിമൽസിൻ്റെ ബോഡിയിലേക്ക് എത്തും. ദാറ്റ് ഈസ് അനിമൽ ബയോമാസിൻ്റെ ഭാഗമായി മാറും. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡെത്ത് നടന്നാൽ ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടക്കും. അങ്ങനെ പ്ലാന്റിൻ്റെയും അനിമലിൻ്റെയും ബോഡിയിലുള്ള നൈട്രജൻ അമോണിയ ആയി മാറും. സോയിലിൽ വെച്ച് അമോണിയ ആയി മാറും. നൈട്രജൻ ഫിക്സേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, ഇത്രയും പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് നൈട്രജൻ സൈക്കിൾ. ദാറ്റ് ഈസ്, ലെറ്റ്സ് ഡിസ്കസ് വൺസ് അഗെയിൻ. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ, ഇലക്ട്രിക്കൽ നൈട്രജൻ ഫിക്സേഷൻ പ്രോസസ്സ് വഴി സോയിലിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ്, സോയിലിൽ വെച്ച് അമോണിയ നൈട്രൈറ്റായി മാറും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രോസോമോണാസും നൈട്രോകോക്കസുമാണ്. ആൻഡ് നെക്സ്റ്റ് നൈട്രൈറ്റ് നൈട്രേറ്റ് ആയി കൺവേർട്ട് ചെയ്യും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രോബാക്ടർ ബാക്ടീരിയ ആണ്. ഓക്കെ, ഇനി സോയിലിൽ കാണുന്ന നൈട്രേറ്റിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അങ്ങനെ നൈട്രജൻ പ്ലാന്റ് ബയോമാസിൻ്റെ ഭാഗമായി മാറും. പ്ലാന്റ്സിനെ അനിമൽസ് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ നൈട്രജൻ അനിമൽ ബയോമാസിൻ്റെ ഭാഗമായി മാറും. പ്ലാന്റിൻ്റെയും അനിമലിൻ്റെയും ഡെത്ത് നടന്നാൽ ഡീകമ്പോസിഷൻ നടക്കും. ഇവയുടെ ബോഡിയിലുള്ള നൈട്രജൻ അമോണിയ ആയി തിരിച്ച് സോയിലിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, നൊഡ്യൂൾ ഫോർമേഷൻ. നൊഡ്യൂൾ ആക്ട് ആസ് എ സൈറ്റ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂംസ്. നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ പ്രോസസ്സ് പറഞ്ഞു. മൈക്രോ ഓർഗാനിസംസ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. നൈട്രജൻ ഫിക്സേഷൻ പ്രോസസ്സിൻ്റെ സൈറ്റ് എവിടെ വെച്ചാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുക? ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ കേസിൽ റൂട്ടിൻ്റെ നൊഡ്യൂളിൽ വെച്ചാണ് നടക്കുക. വാട്ട് ഈസ് ദിസ് റൂട്ട് നൊഡ്യൂൾ?
ഇറ്റ് ഈസ് എ ലിറ്റിൽ ഔട്ട് ഗ്രോത്ത് ഓൺ ദ ലെഗ്യൂം റൂട്ട്സ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ കാണുന്ന ഔട്ട് ഗ്രോത്ത് ആണ്, കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് റൂട്ട് നൊഡ്യൂൾസ്. ഈ റൂട്ട് നൊഡ്യൂൾസിൽ വെച്ചാണ് നൈട്രോജൻ ഫിക്സേഷൻ നടക്കുന്നത്. സ്റ്റെപ്സ് ഇൻ നൊഡ്യൂൾ ഫോർമേഷൻ. ഫസ്റ്റ് വൺ, റൈസോബിയം ബാക്ടീരിയ കോൺടാക്ട് എ സസെപ്റ്റിബിൾ റൂട്ട് ഹെയർ, ഡിവൈഡ് നിയർ ഇറ്റ്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് റൂട്ട്, ഇതാണ് റൂട്ട് ഹെയർ. ഇവിടെ സോയിൽ പാർട്ടിക്കിൾസും കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റൈസോബിയം അതിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് ഹെയറിന് അടുത്ത് വന്നാൽ ഡിവൈഡ് ചെയ്യും. റൈസോബിയം ബാക്ടീരിയ കോൺടാക്ട് എ സസെപ്റ്റബിൾ റൂട്ട് ഹെയർ ആൻഡ് ദെൻ ഡിവൈഡ് നിയർ ഇറ്റ്. റൈസോബിയം ബാക്ടീരിയ റൂട്ട് ഹെയറിനടുത്ത് വന്നാൽ ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ്, സക്സസ്ഫുൾ ഇൻഫെക്ഷൻ ഓഫ് ദ റൂട്ട് ഹെയർ കോസസ് ഇറ്റ് ടു കേൾ. റൂട്ട് ഹെയർ ഇൻഫെക്റ്റഡ് ആയി എന്ന് പറയും. ദാറ്റ് ഈസ് റൂട്ട് ഹെയറിൽ റൈസോബിയം ബാക്ടീരിയ അറ്റാച്ച് ചെയ്തു. സോ റൂട്ട് ഹെയർ കേൾ ആകും. ഓക്കെ, ഒരു ഹൂക്ക് പോലെ ഫോം ചെയ്യും. ആൻഡ് ഇൻഫെക്ഷൻ ത്രെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. റൂട്ട് ഹെയറിൽ ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യും. ഇൻഫെക്റ്റഡ് ത്രെഡ് ക്യാരീസ് ദ ബാക്ടീരിയ ടു ദ ഇന്നർ കോർട്ടെക്സ്. ഈ ഇൻഫെക്റ്റഡ് ത്രെഡിൽ കൂടെ റൈസോബിയം ബാക്ടീരിയ പ്ലാന്റിൻ്റെ ഇന്നർ കോർട്ടെക്സിലേക്ക് മൂവ് ചെയ്യും. ദ ബാക്ടീരിയ ഗെറ്റ് മോഡിഫൈഡ് ഇൻ ടു റോഡ് ഷേപ്ഡ് ബാക്ടീറോയിഡ്സ് ആൻഡ് കോസ് ഇന്നർ കോർട്ടിക്കൽ ആൻഡ് പെരിസൈക്കിൾ സെൽസ് ടു ഡിവൈഡ്. റൈസോബിയം ബാക്ടീരിയ റോഡ് ഷേപ്ഡ് ആയ ബാക്ടീറോയിഡ്സ് ആയി മാറും. ഇന്നർ കോർട്ടെക്സിലുള്ള സെല്ലുകളും പെരിസൈക്കിൾ സെല്ലുകളും ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോർട്ടിക്കൽ ആൻഡ് പെരിസൈക്കിൾ സെൽസ് ലീഡ് ടു നൊഡ്യൂൾ ഫോർമേഷൻ. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഡിവിഷൻ നടന്ന് കൂടുതൽ സെൽസ് ഫോം ചെയ്യും. ആ ഒരു ഭാഗം ഔട്ട് ഗ്രോത്ത് ആയി പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇതാണ് നൊഡ്യൂൾസ്. എ മെച്വർ നൊഡ്യൂൾ ഈസ് കംപ്ലീറ്റ് വിത്ത് വാസ്കുലാർ ടിഷ്യൂസ് കണ്ടിന്യൂസ് വിത്ത് ദോസ് ഓഫ് ദ റൂട്ട്. മെച്വർ നൊഡ്യൂൾ ഫോം ചെയ്തു. മെച്വർ നൊഡ്യൂൾ പ്ലാന്റിൻ്റെ വാസ്കുലാർ ടിഷ്യൂസുമായി ഡയറക്റ്റ് കണക്ഷൻ ഫോം ചെയ്യും. ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലൊരു കണക്ഷൻ. ദ റൂട്ട് നൊഡ്യൂൾ കണ്ടെയ്ൻസ് ദ എസെൻഷ്യൽ കമ്പോണൻസ് ഫോർ നൈട്രോജൻ ഫിക്സേഷൻ. ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ നൈട്രോജൻ ഫിക്സേഷന് സഹായിക്കുന്നത് റൂട്ടിൽ കാണുന്ന ഈ നൊഡ്യൂൾസ് ആണ്. നൈട്രോജൻ ഫിക്സേഷൻ ആവശ്യമായ എല്ലാ കമ്പോണൻസും റൂട്ട് നൊഡ്യൂൾസിൽ കാണാം. ദാറ്റ് ഈസ് നൈട്രോജനേസ് എൻസൈം, ഹൈഡ്രോജൻ ആറ്റം ഡോണർ, ലെഗ് ഹീമോഗ്ലോബിൻ, എനർജി. Nitrogenase enzyme, it is a molybdenum ion protein, catalyze the conversion of atmospheric nitrogen to ammonia in anaerobic condition. Nitrogenase enzyme, that is nitrogen ammonia ആയി convert ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് nitrogenase enzyme. A hydrogen atom donor which helps in reduction of nitrogen to ammonia. Nitrogen fixation നെക്സ്റ്റ് ആവശ്യമുള്ളത് ഹൈഡ്രജൻ ആറ്റം ഡോണർ ആണ്. ദാറ്റ് ഈസ് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്ന ഡോണർ. Leg hemoglobin, the nitrogenase enzyme is active only in anaerobic condition. Leg hemoglobin absorb oxygen from the region of nodules so that nitrogenase enzyme can function well. Thus, leg hemoglobin is called oxygen scavenger. It gives pink color to root nodules. Nitrogenase enzyme oxygen sensitive ആണ്. That is, oxygen ഉണ്ടെങ്കിൽ nitrogenase enzyme നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. നൈട്രോജനേസ് എൻസൈം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അനൈറോബിക്, അതായത് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ വേണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. അനൈറോബിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ ലെഗ് ഹീമോഗ്ലോബിൻ ഹെൽപ്പ് ചെയ്യുന്നു. ലെഗ് ഹീമോഗ്ലോബിൻ നൊഡ്യൂളിൻ്റെ ചുറ്റുമുള്ള ഓക്സിജന് അബ്സോർബ് ചെയ്യും. അങ്ങനെ നൈട്രോജനേസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്നും രക്ഷിക്കുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. അതുകൊണ്ട് ലെഗ് ഹീമോഗ്ലോബിനെ ഓക്സിജൻ സ്കാവെഞ്ചർ എന്ന് പറയും. നൈട്രോജൻ ഫിക്സേഷന് നെക്സ്റ്റ് ആവശ്യമുള്ളത് എനർജി, ദറ്റ് ഈസ് എനർജി ഇൻ ഫോം ഓഫ് ATP. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ദറ്റ് ഈസ് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു അമോണിയ ടേക്സ് പ്ലേസ് ഇൻ 3 steps. At first, nitrogen get attached to the nitrogenase enzyme to form enzyme substrate complex. ആദ്യത്തെ സ്റ്റെപ്പിൽ നൈട്രോജനേസ് എൻസൈമിൽ പോയി അറ്റാച്ച് ചെയ്യും. അങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഫോം ചെയ്യും. എൻസൈം നൈട്രോജനേസ് ആണ്, സബ്സ്ട്രേറ്റ് നൈട്രോജൻ ആണ്. സോ നൈട്രോജനേസ് എൻസൈമിൽ ബൈൻഡ് ചെയ്യും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഫോം ചെയ്യും. യു ക്യാൻ സീ ഇൻ ഫിഗർ. ഓക്കെ, ഇതാണ് എൻസൈം, നൈട്രോജനേസ് എൻസൈം. ഇതാണ് സബ്സ്ട്രേറ്റ്, ദാറ്റ് ഈസ് നൈട്രോജൻ എൻസൈമിൽ അറ്റാച്ച് ചെയ്തു, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ഫോം ചെയ്തു. In each step, 2 hydrogen atoms are added into it, thus saturating the 3 nitrogen bonds. Step by step ആയി 2 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ അഡീഷൻ നടക്കും. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ. ഇവിടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു, എഗെയിൻ
2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഇവിടെയും 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. After formation of 2 ammonia molecules, enzyme substrate complex is broken and ammonia is released and enzyme is free for the process to be repeated. 2 ammonia molecules ഫോം ചെയ്തു. ഒബ്സർവ് ദ ഫിഗർ ഇവിടെ കാണാം. 2 ammonia molecules ഫോം ചെയ്തു. അതിനുശേഷം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് ബ്രേക്ക് ചെയ്യും, അമോണിയ റിലീസ് ചെയ്യും. എൻസൈം എഗെയിൻ നൈട്രജനുമായി അറ്റാച്ച് ചെയ്ത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അമോണിയ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ പ്ലാന്റ് അബ്സോർബ് ചെയ്തു.